ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി അധ്യായം 20 പാർട്ട് 20 അധ്യായ സംഗ്രഹം. പഞ്ചവടിയിലെ താമസവും അവതാര ഉദ്ദേശത്തിനു വേണ്ടി തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ശ്രീരാമനും സീതയും തങ്ങളുടെ യാഥാർത്ഥ്യം അറിയുന്നുവെന്നും അവതാര ലീലയാണ് നടക്കുന്നതെന്നും അവരുടെ ചിന്തകളിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. പഞ്ചവടിയിലെ ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ശ്രീരാമൻ ലക്ഷ്മണനോട് ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു പർണശാല നിർമ്മിക്കൂ എന്നു പറഞ്ഞപ്പോൾ ലക്ഷ്മണത്തിൻ്റെ പ്രതികരണത്തിനാണ് നമുക്കുള്ള സന്ദേശം ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മണൻ ശോകാകുലനായി രാമപാദത്തിൽ വന്നിക്കുമ്പോൾ രാമന് പോലും എന്തിനാണ് ലക്ഷ്മണൻ്റെ ഈ ദുഃഖം എന്ന് മനസ്സിലാകുന്നില്ല. രാമൻ്റെ ഉത്തമ സേവകൻ ആകുവാൻ അഹോരാത്രം ശ്രമിക്കുന്ന ലക്ഷ്മണന് താൻ രാമൻ്റെ അടിമ മാത്രമാണെന്നും രാമൻ്റെ ആജ്ഞകൾ അനുസരിക്കുക മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നും തനിക്ക് സ്വന്തമായിട്ട് ഒരു ഇച്ഛയോ ഒരു തീരുമാനമോ എടുക്കുവാൻ കഴിയില്ലെന്നും പറയുന്നു. സർവജ്ഞനായ രാമൻ പറയുന്നു, ലോകം ലക്ഷ്മണൻ്റെ അർപ്പണബുദ്ധിയും നിർമ്മലമായ ഭക്തിയും അറിയുന്നില്ല. ഈ സംഭവത്തിലൂടെ ഈശ്വരനിലോ ഗുരുവിലോ ശരണാഗതർ ആയവർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ശ്രീരാമൻ പഠിപ്പിക്കുന്നു. ലക്ഷ്മണൻ പെട്ടെന്ന് വികാര പ്രക്ഷുബ്ധനാകുന്ന മൃദുല പ്രകൃതിയാണെന്നും ലളിതവും സൂക്ഷ്മമായ ബുദ്ധിയാണ് ലക്ഷ്മണന് ഉള്ളതെന്നും സീതാരാമന്മാർ മനസ്സിലാക്കുന്നു. രാമായണത്തിൽ ഉടനീളം ലക്ഷ്മണൻ്റെ ഈ പ്രകൃതവും രാമൻ്റെ സമാശ്വസിപ്പിക്കലും നമുക്ക് കാണാവുന്നതാണ്. ലക്ഷ്മണനെ പോലെ ഒരു സഹോദരനുണ്ടെങ്കിൽ വനം പോലും സ്വർഗതുല്യമാകും എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ശ്രീരാമൻ നിർദ്ദേശിച്ച സ്ഥലത്ത് ലക്ഷ്മണൻ അതിസുന്ദരമായ ഒരു പർണശാല നിർമ്മിച്ചു. അവർ അവിടെ താമസമായി. അവരെ സന്ദർശിക്കുവാൻ ദണ്ഡകാരണ്യത്തിലെ താപസന്മാരും ശിഷ്യന്മാരും കൂട്ടത്തോടെ വരികയും രാമൻ്റെ ഉപദേശങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്തു. സത്സംഗത്തിൻ്റെ മാഹാത്മ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ചോദ്യങ്ങൾ 4 തരമാണ് ഉള്ളത്. ശ്രോതാവിനെ വാദപ്രതിവാദങ്ങൾക്ക് പാത്രമാക്കി പരാജയപ്പെടുത്താൻ ചോദിക്കുന്ന ചോദ്യം നിസ്സാരം എന്ന വകുപ്പിൽ പെടുന്നു. പ്രശ്നകർത്താവ് സ്വന്തം സാമർഥ്യവും കൗശലവും പ്രദർശിപ്പിക്കുവാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നീചം എന്ന് പറയപ്പെടുന്നു. പ്രശ്നകർത്താവിൻ്റെ ബുദ്ധിയും ജിജ്ഞാസയും വെളിപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് കൊള്ളാവുന്നവ. സംശയ നിവാരണത്തിന് വേണ്ടി ആത്മാർത്ഥമായി ചോദിക്കുന്ന ചോദ്യമാണ് സ്തുത്യർഹം എന്ന വകുപ്പിൽ പെടുന്നത്. ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഇവയിൽ ഏത് വകുപ്പിൽ പെടുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം നാം ഉത്തരം നൽകേണ്ടത്. ഒരാൾ ഒരു വാർത്ത പറയട്ടെ എന്ന് ചോദിക്കുമ്പോഴും ഇതുപോലെ നാം ആലോചിക്കണം. വാർത്ത കേൾക്കുന്നതുകൊണ്ട് ശ്രോതാവിനും പറയുന്നതുകൊണ്ട് പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ വക്താവിനും പ്രയോജനമുണ്ടോ എന്നും വാർത്ത സത്യസന്ധമാണോ എന്നും അറിഞ്ഞിട്ട് അങ്ങനെ അല്ലെങ്കിൽ കേൾക്കാതിരിക്കുക. അത് പരനിന്ദ അല്ലെങ്കിൽ പരദൂഷണം എന്ന വകുപ്പിൽ പെടും. ഇത് ഒഴിവാക്കണമെന്ന് സ്വാമി നമ്മുടെ 9 സ്വഭാവ സംഹിതയിൽ പറഞ്ഞിട്ടുമുണ്ട്. തൻ്റെ അവതാരോദ്ദേശം സാധു സംരക്ഷണവും ധർമ്മപരിപാലനവുമാണ്. അത് അയോധ്യയിൽ മാത്രം താമസിച്ചുകൊണ്ട് ചെയ്യേണ്ടതായ ഒരു കർത്തവ്യമല്ല. അതുകൊണ്ടാണ് രാമൻ വനവാസം സ്വീകരിച്ചത്. ശ്രീരാമൻ ലക്ഷ്മണന് പലപ്പോഴായി തത്വോപദേശവും നൽകുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും മേൽ മായയുടെ ആധിപത്യമുണ്ട്. വിദ്യാമായയെന്നും അവിദ്യാമായയെന്നും 2 തരത്തിൽ മായ പ്രവർത്തിക്കുന്നു. വിദ്യാമായ പുരുഷോത്തമനായ ഭഗവാന്റെ അധീനതയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. മായയ്ക്കു മാത്രമേ സത്വ രജ സ്തമോ ഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനാവൂ.
അവിദ്യാമായയാണ് ഈ ലോകത്തിലെ സർവ്വ ദുരിതങ്ങൾക്കും കാരണം. ത്രിമൂർത്തികൾ ഈ ത്രിഗുണങ്ങളിൽ ഓരോന്നിലുമുള്ള പരബ്രഹ്മത്തിൻ്റെ പ്രതിഫലനമാണ്. ജ്ഞാനി ഗുണങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ഈശ്വരനെ സാക്ഷാത്കരിച്ച ആളാണ്. അങ്ങനെ ഒരാളെ മാത്രമേ സന്യാസി അഥവാ വൈരാഗി എന്ന് വിളിക്കുവാൻ ആവുകയുള്ളൂ. ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണെന്നും ആ ഐക്യം മനസ്സിലാകുന്ന നിമിഷം മായ അപ്രത്യക്ഷമാകുമെന്നും ശ്രീരാമൻ പറഞ്ഞു. ഇതാണ് ആത്മജ്ഞാനം. രാമൻ്റെ ഈ സത്സംഗത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് സീതയും ലക്ഷ്മണനും തങ്ങൾ കൊടുങ്കാട്ടിലാണ് എന്ന കാര്യം പോലും വിസ്മരിക്കുന്നു. ഈ ലോകം ഒരു കൊടുങ്കാടുപോലെ നാനാവിധ ദുർഘടങ്ങളും അപകടങ്ങളും നിറഞ്ഞ സ്ഥലമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സത്സംഗം, അതായത് സത്, ഈശ്വരനുമായുള്ള സംഘം, അതാണ് നമുക്ക് ആവശ്യം. ഈശ്വര ഭക്തരുമായുള്ള സംഘവും നമ്മെ സഹായിക്കുന്നു എന്നൊരു സന്ദേശം കൂടി ഇവിടെയുണ്ട്. അങ്ങനെ ശാന്തമായി അവർ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഒരു ചെടി നടുന്നതിൽ വ്യാപൃതനായിരുന്ന ലക്ഷ്മണന്റെ സമീപം ദുഷ്ടയും ദുർവൃത്തയുമായ രാവണ സോദരി ശൂർപ്പണഖ വരുന്നു. ഒരു സുന്ദരിയായ യുവതിയുടെ രൂപം സ്വീകരിച്ചുകൊണ്ടാണ് അവർ എത്തിയത്. അവൾ ലക്ഷ്മണനോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നു. ലക്ഷ്മണൻ പ്രതികരിക്കുന്നില്ല. തൻ്റെ കാമം കൊണ്ട് തൻ്റെ സമീപം വരാൻ ശ്രമിക്കുന്ന അവളോട് ശ്രീരാമൻ്റെ അടിമയായ താൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് എന്തും ചെയ്യുള്ളൂ എന്ന് ലക്ഷ്മണൻ പറയുന്നു. ആ സമയത്ത് തോട്ടത്തിൽ പ്രവേശിച്ച ശ്രീരാമനെയും സീതയെയും അവൾ കാണുന്നു. പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തിയായ രാമനെ കണ്ട് കാമവിവശയായ അവൾ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. ഏകപത്നി വ്രതക്കാരനായ തനിക്ക് തൻ്റെ ഭാര്യ കൂടെയുണ്ടെന്നും അതിനാൽ ലക്ഷ്മണനെ സമീപിക്കുവാനും ശ്രീരാമൻ പറയുന്നു. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിരാശയായ ശൂർപ്പണഖ തൻ്റെ രാക്ഷസ രൂപം സ്വീകരിച്ച് തനിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സീതയെ വിഴുങ്ങുവാനായി കുതിക്കുന്നു. രാമൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി ലക്ഷ്മണൻ രാമനെ നോക്കിയപ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് വിരലുകൊണ്ട് 4 എന്ന ഒരു ആംഗ്യം ശ്രീരാമൻ കാണിക്കുന്നു. 4 എന്നാൽ വേദങ്ങൾ, ശ്രുതി എന്ന്. വേദങ്ങൾക്ക് ചെവി എന്നും ശ്രുതി എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതിക്ക് ചെവി എന്നും അർത്ഥമുണ്ട്. മുകളിലേക്ക് ഉയർത്തിയ കൈ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. നാഗം എന്ന സ്വർഗത്തിനൊരു പേരുണ്ട്. നാക്ക് ആണ് മൂക്കിന് മറ്റൊരു പേരാണ് നാഗം. അത് ഗ്രഹിച്ച ലക്ഷ്മണൻ ശൂർപ്പണയുടെ ചെവികളും മൂക്കും മുറിച്ച് അവളെ വികൃതയാക്കുന്നു. ഈ ക്രൂരകർമ്മത്തിന് പകരം വീട്ടാൻ തൻ്റെ സഹോദരൻ രാവണനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ശൂർപ്പണഖ കാട്ടിൽ മറയുന്നു. ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുകയില്ല. അവതാരലീലയുടെ അടുത്ത രംഗത്തിനുള്ള വഴി ഒഴുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തൻ്റെ സഹോദരന്മാരായ ഖരൻ, ഭൂഷണൻ, തൃശിരസ് എന്നിവരുടെ സമീപം ചെന്ന് ശൂർപ്പണഖ സംഭവം പറയുന്നു. അവർ 14,000 രാക്ഷസന്മാർ അടങ്ങുന്ന ഒരു വലിയ പടയുമായി രാമലക്ഷ്മണന്മാരെ എതിരിടാനായിട്ട് വരുന്നു. ശൂർപ്പണഖ നയിച്ച സൈന്യത്തിൽ വിജയസാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം ചോരയൊലിക്കുന്ന മുഖം, അംഗവൈകല്യം കൊണ്ട് വൈരൂപ്യം, വൈധവ്യം എന്നിവ ദുശ്ശകുനങ്ങളാണ്. ഇവ മൂന്നുമുള്ള ശൂർപ്പണഖയുടെ സാന്നിധ്യം അവർക്ക് മരണകാരണമായി തീർന്നു. ഈ വക കാര്യങ്ങളിൽ സാധാരണക്കാരായ നാം അശ്രദ്ധ കാണിക്കാറുണ്ട്. അത് പാടില്ല എന്നൊരു സന്ദേശവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. പൂർവികന്മാരുടെ ആചാരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അവയെ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രവണതയും നമുക്കുണ്ട്. ഈ സമയത്ത് സീതാദേവിയെ ഒരു ഗുഹയിലാക്കി കാവൽ നിൽക്കുവാനും ഈ രാക്ഷസപ്പടയെ നേടുവാൻ താൻ ഒരാൾ മാത്രം മതിയെന്നും ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. ഇതിൽ നിന്നും ശ്രീരാമൻ തൻ്റെ യഥാർത്ഥ അസ്തിത്വം, താൻ ഈശ്വരാവതാരം ആണ് എന്നത് അറിയാവുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. രാമൻ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചപ്പോൾ രാക്ഷസന്മാർ തങ്ങൾ രാമനെയാണ് എതിർക്കുന്നത് കരുതി തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പരസ്പരം കൊന്നൊടുക്കി. അവനവൻ്റെ അടുത്ത് നിൽക്കുന്നവൻ രാമനാണെന്ന് കരുതി യുദ്ധം ചെയ്യുന്നു. ശരിക്ക് സമ്മോഹനാസ്ത്രത്താൽ മോഹിതരായ അവർ അവരവരുടെ ആൾക്കാരെ തന്നെയാണ് കൊന്നത്.
പക്ഷേ രാമ രാമ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഭഗവാൻ മോക്ഷം നൽകി. യുദ്ധം അവസാനിച്ചപ്പോൾ സീതയും ലക്ഷ്മണനും മടങ്ങിയെത്തി. രാമൻ്റെ പരാക്രമത്തെ തപസ്വികൾ അനുമോദിച്ചു. ജ്ഞാനികളായ തപസ്വികൾ ഇനിയിപ്പോൾ രാവണൻ്റെ വരവുണ്ടാകുമെന്നും അധർമ്മികളായ രാക്ഷസന്മാർ ഏത് ഹീനമാർഗവും സ്വീകരിച്ചുകൊണ്ട് കാര്യസാധ്യത്തിന് ശ്രമിക്കുമെന്നും ശ്രീരാമന് മുന്നറിയിപ്പ് നൽകുന്നു. രാവണ സമീപത്തെത്തിയ ശൂർപ്പണഖ രാവണൻ്റെ ഡംഭും വീമ്പ് പറച്ചിലും കേട്ട് രോഷാകുലയായി. അഗ്നി, രോഗം, ശത്രു, പാമ്പ് ഇവ നാലും എത്ര ചെറുതായാലും നാം അവഗണിക്കരുത്. അവ വളർന്ന് വലിയ വിപത്തുണ്ടാക്കും. നമുക്കുള്ള ഒരു സന്ദേശമാണിത്. നമ്മിൽ പലരും ചെറിയ ലക്ഷണങ്ങളെ അവഗണിക്കാറുണ്ടല്ലോ. ഇത്ര പരിപൂർണമായ സ്ത്രീ സൗന്ദര്യമോ പുരുഷ സൗന്ദര്യമോ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ശൂർപ്പണഖയുടെ വാക്കുകൾ പഞ്ചവടിയിലെ സ്ഥിതിഗതികൾ അന്വേഷിക്കുവാൻ രാവണനെ പ്രേരിപ്പിക്കുന്നു. സീതാരാമന്മാരെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും ശൂർപ്പണഖയുടെ വർണ്ണന സത്വഗുണമുള്ള വിഭീഷണനിൽ അവരോടുള്ള ഭക്തി ജനിപ്പിക്കുന്നു. അതേസമയം രജോ ഗുണവും തമോ ഗുണവും ഒരുപോലെയുള്ള രാവണനിലെ ക്രോധവും കാമവും കൂടുതൽ തീക്ഷ്ണമായി തീരുന്നു. ജ്യേഷ്ഠനായ രാവണനെ നിന്ദിച്ചുകൊണ്ട് അധർമ്മം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ശൂർപ്പണഖ എന്ന സഹോദരി തൻ്റെ കാമനൈരാശ്യം കൊണ്ട് രാക്ഷസ വംശത്തിൻ്റെ നാശത്തിന് കാരണഭൂതയായി തീരുന്നു. ഒരേ വാർത്ത തന്നെ വിഭിന്ന സ്വഭാവമുള്ളവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം ഇവിടെ ശ്രദ്ധേയമാണ്. ലോക ജീവിതത്തിൽ ഈ വിധത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ധർമ്മമാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് ഉയർച്ചയും അധർമ്മമാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് നാശവും ഉണ്ടാകുന്നു എന്ന സന്ദേശവും നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നു. ജയ് സായിരാം.